വീട്ടുകാരെയും വൈൽഡ് കാർഡ്സിനെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട്, നല്ല രീതിക്ക് ശ്രമിക്കുന്നുണ്ട്. ഒരു 7ന്റെ പണി തന്നെയാണ് ഇരുവർക്കും ലഭിച്ചിരിക്കുന്നത്, വൈൽഡ് കാർഡ്സിനും അതുപോലെ തന്നെ വീട്ടുകാർക്കും. എന്താണ് ലൈവിൽ നടന്നത് നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എൻ്റെ വിളിച്ചാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പം നേരെ വീഡിയോയിലേക്ക് പോയാലും. അപ്പോൾ ഇവർക്കൊരു റാങ്കിങ് ടാസ്ക് കൊടുക്കുകയാണ്, ചേരുംപടി ചേർക്കുക എന്നാണ് ടാസ്കിൻ്റെ പേര്. ഇത് വേറൊന്നുമല്ല, ഇവർക്ക് ഒരു ബൗളിൽ 3 ഇത് കൊടുത്തിട്ടുണ്ടാവും, പേപ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ പേപ്പറിൽ ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിലുള്ളത്, ഒന്നാമത്തെ പേപ്പറിലുള്ളത് നമ്മളുടെ ബുദ്ധിശക്തി എന്നുള്ളൊരു സംഭവമാണ്. ഈ സംഭവം വെച്ചിട്ട് ആർക്കാണ് നല്ല രീതിക്ക് ബുദ്ധിശക്തി ഉള്ളത്, അവരെ ഓരോ റാങ്ക് ആക്കി മാറ്റും. വെച്ചാൽ ഇപ്പോൾ ജിസൈലിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി. അതിന് ബുദ്ധിശക്തി എന്ന് വെച്ചാൽ ക്രൂക്കഡായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നല്ല മൈൻഡ് ഗെയിമറായിട്ട് ചിന്തിക്കുന്ന ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ജിസൈല് അങ്ങനെ ഒന്നാമത്തെ സ്ഥാനത്ത് ജിസൈലാണെങ്കിൽ 18 1 2 3 4 5 അങ്ങനെ 16 പേര് വരും. അതാണ് ടാസ്ക്. അപ്പോൾ ഇതില് ഇപ്പോൾ ഈ 5 പേര് ഡിസ്കസ് ചെയ്യും. ഈ വൈൽഡ് കാർഡ്സ് ആയ ജിഷിനും മസ്താനി, ലക്ഷ്മി, സാബുമാൻ, പ്രവീൺ, ഈ 5 പേരും ചേർന്നിട്ട് ഇവരറിയാതെ ഡിസ്കസ് ചെയ്യണം ആർക്കൊക്കെ റാങ്ക് ചെയ്ത് കൊടുക്കണം എന്ന് പറയും. എന്നിട്ട് ഈ റാങ്ക് ചെയ്ത അടിസ്ഥാനത്തിൽ ഇവർ ഇരുത്തും. ഈ ഇരുത്തിയതിനു ശേഷം ബിഗ് ബോസ് 3 ഓപ്ഷൻ കൊടുക്കും. ആ 3 ഓപ്ഷനിൽ ഏതാണ് ഇവർ ചിന്തിച്ച് വെച്ചത് എന്ന് വെച്ചാൽ വൈൽഡ് കാർഡ്സ് റാങ്ക് ചെയ്തത് എന്തിൻ്റെ ബേസിലാണ് ഇവർ റാങ്ക് ചെയ്തതെന്ന് ഈ വീട്ടുകാർ ചിന്തിക്കണം. ഈ വീട്ടുകാർ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ, ഈ വീട്ടുകാർ പറയുന്ന സംഭവം കറക്റ്റ് ആണെങ്കിൽ വീട്ടുകാർ ജയിക്കും, വൈൽഡ് കാർഡ്സ് തോൽക്കും. അപ്പം വീട്ടുകാർക്ക് തീരുമാനിക്കാം വൈൽഡ് കാർഡ്സിക്ക് എന്ത് പണിയെടുക്കണമെന്ന്. ഇല്ലെങ്കിൽ ഇനി വൈൽഡ് കാർഡാണ് വിജയിക്കുന്നതെങ്കിൽ വൈൽഡ് കാർഡ്സ് തീരുമാനിക്കും വീട്ടുകാർ എന്താ ചെയ്യണമെന്ന്. അത് ബിഗ് ബോസ് പറയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചേരുംപടി ചേർക്കയിൽ അവർക്ക് ആദ്യം ലഭിച്ചത് ബുദ്ധിശക്തി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ ഈ വൈൽഡ് കാർഡ്സ് ആയ 5 പേരും നമ്മുടെ കൺഫെഷൻ റൂമിൽ പോയി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആർക്കൊക്കെ എത്ര റാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജിസൈലിന് 1ാം സ്ഥാനം കൊടുക്കുന്നു, 2ാം സ്ഥാനത്ത് അനീഷ്, 3ാം സ്ഥാനത്ത് നൂറ, 4ാം സ്ഥാനത്ത് ഷാനവാസ്, 5ാം സ്ഥാനത്ത് അക്ബർ, 6ാം സ്ഥാനത്ത് ബിന്നി, 7ാം സ്ഥാനത്ത് ഒനീല്, 8ാം സ്ഥാനത്ത് അഭിലാഷ്, 9ാം സ്ഥാനത്ത് രേണുസുതി, 10ാം സ്ഥാനത്ത് ശരത്ത്, 11ാമത്തെ സ്ഥാനത്ത് നെവിൻ, 12ാമത്തെ സ്ഥാനത്ത് രന, 13ാമത്തെ സ്ഥാനത്ത് അനുമോള്, 14ാമത്തെ സ്ഥാനത്ത് ആദില, 15 ശൈത്യ, 18 ആര്യൻ. ഈ 16 പേരെ ഇവര് റാങ്ക് ചെയ്തു. ഇങ്ങനെ 1 മുതൽ 16 വരെ റാങ്ക് ചെയ്തു. ഇനി വീട്ടുകാർ ഗസ് ചെയ്യണം. ഇപ്പോൾ ബിഗ് ബോസ് 3 ഓപ്ഷൻ കൊടുക്കുകയാണ്. വീരത്വം, ബുദ്ധിശക്തി, അലസത. ഈ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഈ 5 വൈൽഡ് കാർഡ്സ് നിങ്ങളെ പറഞ്ഞ് ഈ റാങ്ക് ചെയ്ത് എന്ത് അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിക്കണം. അപ്പോൾ വീട്ടുകാർ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒരു ദിനം ആലോചിച്ചതിന് ശേഷം വീട്ടുകാർ തന്നെ പറയുകയാണ് ബുദ്ധിശക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഈ റാങ്ക് ചെയ്തേക്കുന്നത്. ജിസൈലിന് നല്ല മൈൻഡ് ഗെയിമറുള്ളതാണ്. അങ്ങനെ ബുദ്ധിയുടെ ഇത് വെച്ചിട്ടായിരിക്കും എല്ലാവരും റാങ്ക് ചെയ്തേക്കുന്നത് വീട്ടുകാർ പറയുന്നു. ഈ വീട്ടുകാർ പറയുന്നത് ശരിയാകുന്നു. അപ്പോൾ വൈൽഡ് കാർഡ്സ്, അപ്പോൾ വീട്ടുകാരോട് പറയണത് നിങ്ങൾ തന്നെ തീരുമാനിക്കും. വൈൽഡ് കാർഡ്സിന് ഒരാൾക്ക് ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം പണിപ്പുരയിൽ കയറാൻ കഴിയില്ല എന്നുള്ള ഒരു ഇത് പറയുകയാണ്. അപ്പോൾ വീട്ടുകാരെല്ലാവരും ചേർന്നിട്ട് മസ്താനിയെ ഉറപ്പിക്കുന്നു. മസ്താനിക്ക് ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഇതിൽ കയറാൻ കഴിയത്തില്ല, പണിപ്പുരയിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അപ്പോൾ മസ്താനിക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ പൊയ്ക്കോളൂ, അടുത്തതിനാകുമ്പോൾ വിളിക്കാമെന്ന് പറയുന്നു. മസ്താനി പോകുന്ന സമയത്ത് ആര്യൻ ശരത്ത് പിന്നീട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു ക്ലാഷ് ഉണ്ടാവുന്നത്, കാരണം പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടാവും. വലിയ ഫൈറ്റൊന്നുമില്ല, എന്നാലും ഇതാവുന്നുണ്ട്. പക്ഷേ ഈ സംസാരത്തിനിടയിൽ മസ്താനി എൻ്റെ അടുക്കളയിൽ പോയി. ഈ അടുക്കളയിൽ പോകുന്ന സമയത്ത് മസ്താനിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് രേണ ചൊറിയുന്നുണ്ട്, കണ്ണീര് തുടച്ചിട്ട് പറയുന്നത് കുറേ നേരമായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. മസ്താനി അകത്തേക്ക് പോയതിനു ശേഷം രേണ ബിന്നിനോട് പറയണം, അതിനെ മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചു. അതുപോലെ എൻ്റെ രേണ ഫാത്തിമ പറയാണ് എൻ്റെ ലവറിനെ മാനിഫെസ്റ്റോ ഡിഫക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ. അപ്പോൾ ബിന്നി പറയുന്നത് നീ പോയി ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ബിന്നി രേണയെ കുത്തിയിളക്കി വിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. അതിനുശേഷം 2ാമത്തെ റാങ്കിങ് ടാസ്ക് വരെയാണ്. ഇവരും 5 വൈൽഡ് കാർഡ്സ് ചിന്തിക്കുകയാണ് കേട്ടോ.
5 വൈൽഡ് കാർഡ് ചിന്തിച്ചിട്ട് ഓരോരുത്തർക്കും ഒരു തുറക്കുകയാണ്. 1-ാം സ്ഥാനത്ത് നെവിൻ, 2-ാം സ്ഥാനത്ത് ജിസേല്, 3-ാം സ്ഥാനത്ത് അനുമോള്, 4-ാം സ്ഥാനത്ത് അക്ബർ, 5-ാം സ്ഥാനത്ത് നൂറ, 6-ാം സ്ഥാനത്ത് ആര്യൻ, 7-ാം സ്ഥാനത്ത് ഷാനവാസ്, 8-ാം സ്ഥാനത്ത് അപ്പാനി, 9-ാം സ്ഥാനത്ത് അനീഷ്, 10-ാം സ്ഥാനത്ത് രന ഫാത്തിമ, 11-ാം സ്ഥാനത്ത് അഭിലാഷ്, 12-ാമത്തെ സ്ഥാനത്ത് ആദില, 13-ാമത്തെ സ്ഥാനത്ത് ഉനീല്, 14-ാമത്തെ സ്ഥാനത്ത് രേണുസുതി, 15-ാമത്തെ സ്ഥാനത്ത് ബിന്നി, 16-ാമത്തെ സ്ഥാനത്ത് ശൈത്യ. ഇങ്ങനെ 16 പേരെ ഇതാക്കുകയാണ്. അപ്പം ബിഗ് ബോസ് ഓപ്ഷൻസ് കൊടുക്കുകയാണ്, 3 ഓപ്ഷൻസ് കൊടുക്കുകയാണ്: ഇറിറ്റേറ്റിംഗ്, സ്ക്രീൻ സ്പേസ്, ഇമോഷണൽ. ഇതിൽ ഏത് അടിസ്ഥാനത്തിലായിരിക്കും ഈ വീട്ടുകാരെ റാങ്ക് ചെയ്തേക്കുന്നത് എന്ന് പറയുന്നു. ആര്യൻ ആദ്യം സ്ക്രീൻ സ്പേസ് ആണെന്ന് ഉറപ്പിച്ചിരുന്നു. ഉറപ്പിച്ച് അവസാനം പറഞ്ഞു ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. ഇറിറ്റേറ്റിംഗിൽ ചിലപ്പോൾ നെവിൻ ഇറിറ്റേറ്റിംഗ് ഒക്കെ അപ്പോൾ ഇവർ ആദ്യം സ്ക്രീൻ സ്പേസ് ആണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. ആര്യനും എല്ലാം പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞത്തേക്ക് ഇറിറ്റേറ്റിംഗ് ആണെന്ന് അനീഷ് പറഞ്ഞു. ബിഗ് ബോസ് പറഞ്ഞ സമയം കഴിഞ്ഞു, നിങ്ങൾ പറയേണ്ട സമയമായി എന്ന് പറയുമ്പോൾ അനീഷ് പറഞ്ഞ് ഇറിറ്റേറ്റിംഗ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പറയാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സ്ക്രീൻ സ്പേസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഈ 16 പേരെ റാങ്ക് ചെയ്തിരിക്കുന്നത് പറയുന്നു. അങ്ങനെ വൈൽഡ് ആർട്സ് വിജയിക്കുകയാണ്. ഈ വൈൽഡ് ആർട്സ് വിജയിക്കുമ്പോൾ വൈൽഡ് ആർട്സ് പറയാണ് നിങ്ങൾക്ക് ഒരു അടുത്ത പണിപ്പുരയിൽ ഈ പോകുന്നവർ, ഈ വൈൽഡ് ആർട്സ് ആയ ആൾക്കാർ പണിപ്പുരയിൽ പോകുമല്ലോ. അവർ പോകുമ്പോൾ ബോംബുകൾ ഉണ്ടാവുമല്ലോ. ഈ ബോംബിൽ ഏത് ബോംബ് കൂടുതലാണ് കിട്ടുന്നത് ആ പണിയായിരിക്കുമല്ലോ കിട്ടുന്നത്. ആ പണി നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരാൾ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആ പണിപ്പുര ടാസ്കിൽ പോയി. പണിപ്പുരയിൽ പോയതിന് ശേഷം എനിക്കൊരു ഇപ്പോൾ 6 ബോംബ് കിട്ടി, 6 വലിയ ബോംബ് കിട്ടി. അപ്പം ഞാനൊരാൾ തീരുമാനിക്കണം. എന്തായാലും നമ്മളൊരാളെ ഈ 16 പേരിൽ ഒരാൾ തീരുമാനിക്കണം. ഇപ്പം ഞാനിപ്പോൾ നെവിനെ തീരുമാനിച്ചു, നെവിനെ പണി കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടി നിങ്ങൾക്ക് ഇടാം. ഈ 2 പേര് ചെയ്യും. ആ 2ാമത്തെ ആളെ നിങ്ങൾ ഇപ്പോൾ പറയണമെന്ന് വൈൽഡ് ആർട്സിനോട് പറയണം. വൈൽഡ് ആർട്സ് എല്ലാവരും ചെയ്യുന്നത് ജിസൈലിന് പണി കൊടുക്കാമെന്ന് പറയുന്നു. ജിസൈലാണ് ഇപ്പോൾ അടുത്ത പണിപ്പുരയിൽ വരുന്ന ആർക്കാണോ അവർക്ക് പണി കിട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഈ രണ്ട് റാങ്കിങ്ങാണ് കണ്ടത് ലൈവിൽ. ഇനി 3ാമത്തെ ഇപ്പോൾ നടക്കുകയായിരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വേണം അറിയാൻ. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ബിഗ് ബോസ് വൈൽഡ് കാർഡ്സ് വേഴ്സസ് വീട്ടുകാർ. എനിക്കതാണ് കണ്ടപ്പോൾ തോന്നിയത് വെച്ചാൽ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഗെയിം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വൈൽഡ് കാർഡ്സിനെ ഒന്നൊരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ട് ഒരു ഗെയിം കളിക്കുകയാണ് ബിഗ് ബോസ്. നന്നായിരുന്നു തോന്നുന്നു. കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു കണ്ടന്റ് വെച്ച് അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. നമുക്ക് നോക്കാം എന്താകുമെന്ന്. നമുക്ക് നോക്കാം. റാങ്കിങ് ടാസ്കിൽ ഒരാളിപ്പോൾ വൈൽഡ് ആർട്സിന് 1 പോയിന്റ്, വീട്ടുകാർക്ക് 1 പോയിന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഒരു ടാസ്ക് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിരിക്കും.